എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു റെഡിമെയ്ഡ് സ്റ്റൈല് ജോർജറ്റ് കുർത്തിയാണ് ചെയ്യുന്നത്. 2 മീറ്റർ ജോർജറ്റ് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന് വേണ്ടിയിട്ട് 2 മീറ്റർ ക്രേപ്പിൻ്റെ തുണി എടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ പാച്ച് വർക്ക് വെക്കാൻ വേണ്ടിയിട്ട് 1 മീറ്റർ ഒരു പ്രിൻറ്റഡ് കോട്ടൺ തുണി തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിലാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ലൈനിങ് 4ആയിട്ട് മടക്കി വെച്ചേക്കുവാണ് നീളത്തിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് നമുക്ക് വേണ്ടത് 42 ഇഞ്ചാണ്. ലൈനിങ് കുറച്ച് കുറഞ്ഞ് നിന്നാലും കുഴപ്പമില്ല. 39 ഇഞ്ചാണ് നമുക്ക് മാക്സിമം കിട്ടുന്ന ലെങ്ത് ലൈനിങ്ങിൻ്റെത്. അപ്പോൾ അതിൽ നമ്മൾ മാർക്ക് ചെയ്യുവാണ്. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ആദ്യം ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോള് 6.25 ഇഞ്ച്, എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇവിടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് 10.5 ഇഞ്ച്. ഇത് നമ്മൾ സെയിം എല്ലാ വീഡിയോയിലും പറയുന്നതുകൊണ്ടാണ് ഓടിച്ച് പറയുന്നത്. വേസ്റ്റ് ലെങ്ത് 12.5 ഇഞ്ച്. വേസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അത് 9.5 ഇഞ്ചാണ് കേട്ടോ. ഇനി ഹിപ്പാണ് മാർക്ക് ചെയ്യുന്നത്. 21 ഇഞ്ചിലാണ് ഹിപ്പ് മാർക്ക് ചെയ്യുന്നത്. അവിടെ ഹിപ്പ് വണ്ണത്തിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ടിത് 3 പോയിൻറ്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. ഇനി അടിവശത്തെ വീതി എന്ന് പറയുന്നത് ഞാൻ നേരെ താഴത്തോട്ട് വരയ്ക്കുവാണ്. അത് ഒരു 18 ഇഞ്ചാണ് അടിവശത്തെ വീതി എടുത്തേക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു റൗണ്ട് ഷേപ്പ് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബാക്കിലെ ആം ഹോളിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൽ പോയിൻ്റ് ഇട്ട് ആ പോയിൻറ്റിൽ കൂടി ബാക്കിലെ ആം ഹോളും ആ ലൈനിൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴത്തേക്കായിട്ട് ഇതേപോലെ കുഴിച്ച് ഫ്രണ്ടിലെ ആം ഹോളും വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്ക് വരയ്ക്കുന്നില്ല. നെക്ക് വരയ്ക്കാതെയാണ് ബാക്കിലെ ആം ഹോളിൽ കൂടിയിട്ട് ആദ്യം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിനുശേഷം പിന്നെ ഫ്രണ്ടിലെ ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട് ബാക്കിലെ പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ ആം ഹോളും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല തുണിയിൽ കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇതിപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ആണ്. ജോർജറ്റിൻ്റെ മോശം വശത്തേക്കാണ് ലൈനിങ് ചേർത്ത് വെച്ചേക്കുന്നത്. മോശം വശവും ലൈനിങ്ങും തമ്മിൽ, ഫ്രണ്ട് പോർഷൻ്റെയാണ് മോശം വശവും ലൈനിങ്ങും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. മുകളിലും കഴുത്ത് നമ്മൾ വരച്ചിട്ടില്ല, എന്നാലും എല്ലാ സൈഡും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ പ്രിൻറ്റഡ് ക്ലോത്ത് വെച്ച് കഴുത്ത് വരയ്ക്കുന്നത്. അതിനായിട്ട് ഇതേപോലെ പ്രിൻറ്റഡ് ക്ലോത്ത് എടുത്ത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളം 18 ഇഞ്ചും വീതി 12 ഇഞ്ചുമാണ്. ഇതിൻ്റെ നീളം, അതായത് ലെങ്ത്ത് നമുക്ക് ശരിക്കും 12 ഇഞ്ച് മതി. 6 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തതാണ് പിൻ ടക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാൻ തുണി ഇതുപോലെ വെച്ചിട്ട് ഓരോ ഇഞ്ച് വെച്ച് താഴെയും മുകളിലും മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയിട്ട് നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇതേപോലെ തുണി ആ സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ നല്ലതായിട്ട് മടക്കുക. തേക്കണമെങ്കിൽ തേക്കാം, അല്ലെങ്കിൽ അല്ലാതെ സ്ട്രെയിറ്റ് ലൈനിൽ വെച്ചിട്ട് ഇതുപോലെ മടക്കണം. എന്നിട്ട് നല്ല വശത്തു കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതുപോലെ കംപ്ലീറ്റ് ആ ലൈനിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് നമ്മൾ ഈ ഷേപ്പിലാക്കിയിട്ട് വേണം പിന്നെ മാർക്ക് ചെയ്യാനായിട്ട്. കഴുത്ത് മാർക്ക് ചെയ്യാൻ പോവാണ്. 2ആയിട്ട് മടക്കി വെച്ചേക്കുവാണ്. ഫോൾഡഡ് സൈഡിൽ നിന്ന് നെക്ക് വിട്ട് 3 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അത് കുറച്ച് കയറിയ കഴുത്താണ് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 1.5 ഇഞ്ച് എടുത്തത്. പക്ഷെ നിങ്ങളെടുക്കുമ്പോൾ 2.5 ഇഞ്ച് എടുക്കണം. 1.5 ഇഞ്ച് ഒരുപാട് കയറിയിരിക്കുന്ന പോലൊരു, നിങ്ങളെടുക്കുമ്പോൾ 2.5 ഇഞ്ച് എടുക്കണം. എന്നിട്ട് അവിടെ യു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു വി ഷേപ്പ് കൊടുക്കാനായിട്ട് ഞാൻ മുകളിൽ നിന്ന് ഇതുപോലെ ഒരു 6 ഇഞ്ച് താഴത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു വി ഷേപ്പും കൂടി അവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് കൊടുക്കുന്നത്. ബാക്കിലെ കഴുത്ത് കുറച്ചുകൂടി കയറ്റിയിട്ടാണ് വെട്ടുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കയറിയ കഴുത്തായതുകൊണ്ട് ബാക്കിലും കയറിയിരിക്കുന്നത് തന്നെയായിരിക്കും ഭംഗി. അപ്പോൾ ബാക്കിലെ കഴുത്തും വരയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കോർണറിൽ നമുക്ക് യു ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ കഴുത്ത് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. ഇനി ഇത് നമ്മൾ ടോപ്പിലോട്ട് പിടിപ്പിക്കാൻ പോവുകയാണ്. അതിനായിട്ട് ടോപ്പിൻ്റെ മോശം വശമാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് ഇതിൻ്റെ നല്ല വശം ഇതുപോലെ എടുത്ത് വയ്ക്കണം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് വരച്ചിട്ടേക്കുവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മാറിപ്പോവും. അതുകൊണ്ട് സെൻറ്ററിലെ ലൈൻ വരച്ചിട്ട് മോശം വശം, ടോപ്പിൻ്റെ മോശം വശവും
ഇതിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് മുട്ട് സൂചി കുത്തി സെക്യൂർ ചെയ്യണം. അവിടെ ഇവിടെയൊക്കെ കയറി നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയുന്നതാണ്. മുട്ട് സൂചി കുത്തി സെക്യൂർ ചെയ്തതിന് ശേഷം കഴുത്തിൽ കൂടി മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. കഴുത്തിൽ ബാക്കിയുള്ള തുണി നമ്മൾ കട്ട് ചെയ്യുവാണ്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കട്ട്സ് ഇട്ട് കൊടുക്കണം. ആ വി ഷേപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് പൊട്ടാത്ത മാതിരി 2 കട്ട്സ് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഇതിൻ്റെ 3 സൈഡും നമ്മളിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. മുട്ട് സൂചി കുത്തി വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം 3 സൈഡും സ്റ്റിച്ച് കൊടുത്ത് നല്ല തുണിയായിട്ട് അറ്റാച്ച് ചെയ്യണേ. ഇതേപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ സ്ലീവാണ് വെട്ടുന്നത്. അതിനായിട്ട് കുറച്ച് തുണിയെടുത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. ആം ഹോൾ നമ്മൾ 6.75 എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 8.25 എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച്. പിന്നെ ഇവിടെ ഇതുപോലെ നമ്മൾ സ്ലീവ് വളച്ച് വരയ്ക്കുവാണ്, കുഴിച്ച് വരയ്ക്കുവാണ്. ഇനി സ്ലീവിൻ്റെ ബോട്ടം വിട്ട് 6 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് പിന്നെ ആ 2 പോയിൻറ്റും നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. പിന്നെ ഇതിൻ്റെ അടിവശത്ത് നമ്മൾ കഴുത്തിൽ വെച്ച സെയിം ക്ലോത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ അടിവശത്തിൻ്റെ അതേ നീളത്തിലും ഒരു 4 ഇഞ്ച് വീതിയിലുമാണ് നമ്മൾ എടുക്കുന്നത്. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് അടിവശം മടക്കി തയ്ച്ചാൽ മതി. അതേപോലെ തന്നെ സ്ലീവ്സ് ജോയിൻ ചെയ്യാനായിട്ടും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് 2 അറ്റത്തോട്ടും ജോയിൻ ചെയ്യാനായിട്ട് ഷോൾഡറിൽ തന്നെ ചേർത്ത് വെച്ചിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കണം. ലൈനിങ്ങിൻ്റെയും ജോർജറ്റിൻ്റെയും അടിവശം മടക്കി തയ്ക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കത് ഇതേപോലെയാണ് കിട്ടുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കസ്റ്റമൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.